സെക്ഷനിൽ ശരിക്കും നമ്മൾ ഈ റെസിഡ്യൂ ഒക്കെ ഇത്ര നേരം നമ്മൾ പഠിച്ചില്ല. ഈ റെസിഡ്യൂവിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റെസിഡ്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോംപ്ലക്സ് ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റെസിഡ്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, അതായത് റിയൽ ഇൻ്റഗ്രൽസ് ആണ് കേട്ടോ. ഈ റിയൽ ഇൻ്റഗ്രൽസിൽ എങ്ങനെ നമ്മളുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഒരു 3-4 ടൈപ്പേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഓരോ ടൈപ്പിനും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പും അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഫംഗ്ഷൻ ആണ്. അതിൽ ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ഓവർ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി. അതായത് 0 ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആണ് ഈ എഫ് ഓഫ് എക്സ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ്, ഓൾറെഡി നിങ്ങൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഈ ടൈപ്പ് ഇൻ്റഗ്രൽസ് ഇത് ഡിഫൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r എഫ് എക്സ് ഡി എക്സ് എന്ന്. അപ്പം ഈ ഇൻഫിനിറ്റിക്ക് വരെ ഇവിടെ ആർ കൊടുത്തു, എന്നിട്ട് ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്തു. ഈ ആർ എച്ച് എസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യും, ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ് എന്ന് പറയും. ഇനി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, -∞ ഇൻഫിനിറ്റി എൻറ്റയർ റിയൽ ലൈനിൽ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ then the improper integral -∞ to infinity fx dx. നേരെ ഇവിടെ -r to r എന്ന് എഴുതിയേക്കരുത്, അത് വേറെ ഡിഫറെൻ്റ് ആണ്, രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ -∞ to infinity fx dx ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലിമിറ്റ് r1 ടെൻഡിങ് ടു ഇൻഫിനിറ്റി -r1 to 0 fx dx പ്ലസ് ലിമിറ്റ് r2 ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to r2 fx dx. ഇങ്ങനെ തന്നെയാണ് -∞ to infinity fx dx എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ആദ്യം വിചാരിച്ച പോലെ ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇത് എഴുതിയ പോലെ തന്നെ -r to r fx dx എന്ന് പറയുന്ന ഇന്റഗ്രലിനെ നമ്മൾ വേറെ ഒരു പേരിട്ടാണ് വിളിക്കുന്നത്, കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സിന്റെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ആണ് എന്ത്, ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -r to r എഫ് എക്സ് ഡി എക്സ്. ഇനി ഇത് രണ്ടും ഈക്വൽ ആകുമോ? കാരണം ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സും ഈ പറഞ്ഞ ഇന്റഗ്രലും എപ്പോഴെങ്കിലും ഈക്വൽ ആകുമോ? ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. തിയറി ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ വിചാരിക്കുകയാണ് -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. അത് ഈ -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ എഫ് എക്സ് ഡി എക്സ് ആവും. അപ്പം ആ കേസിൽ ഏത് -∞ ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യും, കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ. കാരണം അതിൻ്റെ റീസൺ നമ്മളിവിടെ പറയുന്നുണ്ട്. ഇന്റഗ്രൽ -r to r എഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ -r to 0 എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to r എഫ് എക്സ് ഡി എക്സ്. അപ്പം ഇത് -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ചുള്ള കാര്യം ഹോൾഡ് ചെയ്യണം എന്നില്ല. അതായത് പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ച് ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്, പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം എന്ന് വെച്ച് നമ്മളുടെ -∞ to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. അതിനൊരു എക്സാമ്പിൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ to ഇൻഫിനിറ്റി എക്സ് ഡി എക്സ്. ഡെഫിനിഷൻ വെച്ച് എന്താണ്, ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി -r to r എക്സ് ഡി എക്സ്. എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് x²/2 -r to r. നമ്മൾ -r ലിമിറ്റ് അല്ല വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ r²/2 -r²/2 ഇത് 0 ആയിപ്പോകും. അതേസമയം അതിൻ്റെ ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് ഡെഫിനിഷൻ വെച്ച് കൊടുത്തു നോക്കുമ്പോൾ ഇത് ലിമിറ്റ് r1 ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -r1 to 0 എക്സ് ഡി എക്സ് ആണ്. അതുപോലെ ഇത് ലിമിറ്റ് r2 ടെൻഡിങ് ടു ഇൻഫിനിറ്റി 0 to r എക്സ് ഡി എക്സ് ആണ്. അത് നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് r1 ടെൻഡിങ് ടു ഇൻഫിനിറ്റി -r1²/2 പ്ലസ് ലിമിറ്റ് r2 ടെൻഡിങ് ടു ഇൻഫിനിറ്റി r2²/2. ഈ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ദേ ഡു നോട്ട് എക്സിസ്റ്റ്. കാരണം ഇൻഫിനിറ്റി പോലെയുള്ള വാല്യൂ വരുന്നത്. അപ്പം ദീസ് ലിമിറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പം ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ RHS എക്സിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ.
ഇനി ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആ. ഫംഗ്ഷൻ ഈവൻ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ സി സൈഡിൽ ഈ എക്സിന്റെ പോസിറ്റീവ് പാർട്ടിലുള്ള അതേ ഫിഗർ തന്നെയായിരിക്കും നമുക്ക് ഈ എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് സിമെട്രിക് ആയിരിക്കും. ഈ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടുത്തെ രൂപമെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഒരു രൂപമാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കിട്ടുക. RHSലും LHSലും ഉള്ള ഫിഗറിന്റെ ഷേപ്പും വാല്യൂസും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഫംഗ്ഷൻ ഈവൻ ആണെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലേ? ഇവിടെയുള്ള അതേ ഫിഗറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇതൊക്കെ ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ ദിസ് കേസ്, അപ്പോൾ ഈ ഫംഗ്ഷൻ ഈവൻ ആവുന്ന കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇൻ്റഗ്രൽ 0 to r, 0 മുതൽ r വരെയുള്ള അതേ വാല്യൂ ആണ്. അതിൻ്റെ പകുതി, അതായത് ദാറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ മൈനസ് r to r. അപ്പോൾ മൈനസ് r to r വരെയുള്ള ഷേപ്പ് ഇതാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ് ആണ് അല്ലേ? അപ്പോൾ മൈനസ് r to r വരെയുള്ള ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് ഈ ഇൻ്റഗ്രൽ 0 to r. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് എൻ്റയർ ഏരിയ വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്തെ മാത്രം ഏരിയ കാണണമെങ്കിൽ ആ എൻ്റയർ ഏരിയയുടെ പകുതി കണ്ടാൽ മതി. കാരണം കണ്ടാൽ മതി എന്ന് പറയുന്നത് രണ്ടും സിമെട്രിക് ആണ്, രണ്ടിനും ഒരേ ഷേപ്പാണ്. അപ്പോൾ ഏരിയ എൻക്ലോസ്ഡും സെയിം ആയിരിക്കും. ഓൾസോ ഇൻ്റഗ്രൽ മൈനസ് r1 to 0 fx dx എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻ്റഗ്രൽ 0 to മൈനസ് r1 മുതൽ 0 വരെയുള്ള അതേ ഏരിയ ആണ് 0 to r1 വരെയുള്ളത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഡെഫിനിഷൻ വെച്ച് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്താണ് ഡെഫിനിഷൻ വെച്ച് നമ്മൾ എഴുതി പോകുമ്പോൾ integral minus r1 to 0 fx dx plus limit r2 tending to infinity 0 to r2 fx dx. ഇതിനെ നമുക്ക് r1 tending to infinity minus r1 to 0 നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞായിരുന്നു? 1/2 minus r1 to r1 fx dx. ഇത് 1/2 minus r2 to r2 fx dx. ഇനി ഇതിനെ നമുക്ക് ഈ r1ന് പകരം നമുക്ക് എല്ലാത്തിനും r കൊണ്ട് വേണേൽ റീപ്ലേസ് ചെയ്യാം. കാരണം ജസ്റ്റ് എന്താണ് വാല്യൂ നൊട്ടേഷൻസ് ആണ്. അപ്പോൾ ഇത് മൈനസ് r to r fx dx പ്ലസ് ലിമിറ്റ് r tending to infinity മൈനസ് r to r fx dx. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടും. അപ്പോൾ 1/2 ഓൾറെഡി പുറത്തുണ്ട്. കാരണം എന്താണ് ഇവിടുന്ന് നമ്മൾ 1/2 ഇട്ടാണ് എഴുതിയത്. അപ്പോൾ 1/2 into 2 ലിമിറ്റ് ഇത് വരും. അതായത് ദിസ് ഇസ് ഈക്വൽ ടു എന്താന്ന് കിട്ടും നമുക്ക്? ലിമിറ്റ് r tending to infinity മൈനസ് r to r fx dx മൈനസ് r to r fx dx എന്ന് പറയുന്ന പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി fx dx ആണ്. അപ്പം ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഇത് മാത്രം നമുക്കിവിടെ ഓർത്താൽ മതി ഈ സെക്ഷനിൽ. ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി fx dxന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി fx d ആണെന്ന് ഓർക്കുക. ഇനി നമ്മളുടെ പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് നോക്കാം. fx എന്ന് പറയുന്നത് px/qx റാഷണൽ ഫംഗ്ഷൻ പോലെയാണ് ഇരിക്കുന്നത്. അതൊരു ഈവൻ റാഷണൽ ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഈ പോളിനോമിയലിന് റിയൽ കോഎഫിഷ്യൻസ് ആണുള്ളത്, നോ ഫാക്ടേഴ്സ് ഇൻ കോമൺ. q ഓഫ് ഇസഡിന് അറ്റ്ലീസ്റ്റ് ഒരു 0 ഉണ്ടാവും എബവ് റിയൽ ആക്സിസ് എന്ന് വിചാരിക്കുക. എബവ് റിയൽ ആക്സിസ് ഒരു 0 എങ്കിലും ഈ q ഓഫ് എക്സിന് ഉണ്ടാവും, q ഓഫ് ഇസഡിന് ഉണ്ടാവും എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇന്റഗ്രൽ നമ്മൾ കാണാൻ പോകുന്ന ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്, അത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിനെല്ലാം സെയിം മെത്തേഡാണ്. അപ്പൊ ഏത് ടൈപ്പ് പ്രോബ്ലം ആണ് വരുന്നത് നമുക്കുള്ളത് അത് നമുക്ക് വഴിയെ കാണാം. അതിന് മുമ്പ് അതിന്റെ മെത്തേഡാണ് ഈ പറയുന്നത്. മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ, അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. നമ്മളോട് ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ എഫ് എക്സ് എന്ന് പറയുന്ന പി എക്സ് ബൈ ക്യൂ എക്സ് എന്നുള്ള ഫോമിലാണെങ്കിൽ അതിൽ ഇതിനെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്, ഇത് റിയൽ ആണ്. മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ റിയൽ ലൈനിൽ കൂടിയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് ഇസഡിനെ പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ് എന്ന് എഴുതി. ഈ ക്യൂ ഓഫ് ഇസഡിന്റെ സീറോസ് ഐഡന്റിഫൈ ചെയ്യുക. ആ സീറോസിൽ ആരൊക്കെയാണ് എബവ് റിയൽ ആക്സിസ് കിടക്കുന്നത് നോക്കുക. എബവ് റിയൽ ആക്സിസ്, ആ സീറോസ് എബവ് റിയൽ ആക്സിസിന്റെ അകത്ത് ആ റിയൽ ആക്സിസിൽ വരുന്ന സീറോസിനെ എൻക്ലോസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? റിയൽ ആക്സിസിൽ -r to r വരെയുള്ള സ്ട്രെയിറ്റ് ലൈന്, പിന്നെ ഒരു സെമി സർക്കുലർ പാത്ത് CR.
സെമി സർക്കിൾ ആണ്. മോഡ് ഇസഡ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള സെമി സർക്കിൾ. ഈ ആർ എന്ന് പറയുന്ന റേഡിയസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ചോസൺ ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളുടെ സീറോസ് ഇല്ലേ, ഈ ക്യൂ ഇസഡിന്റെ സീറോസ് ദാറ്റ് ലൈസ് അബവ് റിയൽ ആക്സിസ്, അത് ഈ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ ഉള്ളിൽ വരുന്ന പോലെയാണ് നമ്മൾ ഈ ആർ എന്ന് പറയുന്ന റേഡിയസ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എഫ് ഓഫ് ഇസഡ് പി ഇസഡ് ബൈ ക്യൂ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സീറോസ് ഇതിന്റെ എബവ് റിയൽ ആക്സിസ് കിടക്കുന്ന സീറോസ് ഇതിന്റെ ഉള്ളിൽ വരുന്ന പോലെയാണ് നമ്മൾ ഈ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് എന്താവും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ്, സി എന്ന് പറഞ്ഞാൽ -r to r വരെയുള്ള ലൈൻ സെഗ്മെന്റ്, പിന്നെ r-ന്ന് -r-ലേക്കുള്ള ഈ സെമി സർക്കുലർ പാത്ത്, ഇത് ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. കോഷി റെസിഡ്യൂ തിയറം വെച്ചിട്ട് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 2πi സമ്മേഷൻ ഏതൊക്കെയാണ് റെസിഡ്യൂസ്, ഏതൊക്കെ സീറോസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്? എബവ് റിയൽ ആക്സിസ് ഉള്ള എല്ലാ സീറോസും ഇതിന്റെ ഉള്ളിൽ വരുന്ന പോലെയാണ് നമ്മൾ ആ സർക്കിൾ വരച്ചിരിക്കുന്നത്. റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് കെ എഫ് ഓഫ് ഇസഡ്. ഇതാണ് കോഷി റെസിഡ്യൂ തിയറം. ഇനി ഈ പാത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുക മീൻസ് ഈ പാത്ത് എവിടെ നിന്നാണ്? -r to r എന്ന് പറയുമ്പോൾ റിയൽ വാല്യൂസ് ആണ്. അപ്പൊ അതിനെ -r to r എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. അത് റിയൽ ലൈനിലാണ് വരുന്നത്. അതേസമയം ഈ ഓവർ സെമി സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോൾ റിയൽ വാല്യൂസ് അല്ല, കോംപ്ലക്സ് വാല്യൂസും വരുന്നുണ്ട്. സെക്കൻഡ് പ്ലെയിനിലേക്കാണ് പോകുന്നത്, സെക്കൻഡ് ആക്സിസിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇന്റഗ്രൽ ഓവർ സി ആർ. ഇവിടെ നമ്മൾ എഫ് ഇസഡ് ഡി ഇസഡ്, റിയൽ ആക്സിസിൽ വരുമ്പോൾ നമ്മൾ എക്സ് ഉപയോഗിക്കും, കോംപ്ലക്സ് പ്ലെയിനിൽ വരുമ്പോൾ നമ്മൾ എഫ് ഇസഡ് ഡി ഇസഡ്. ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ 2πi സമ്മേഷൻ റെസിഡ്യൂ. ഇനി ഈ രണ്ട് സൈഡിൽ ഞാൻ ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ലിമിറ്റ്, പക്ഷെ ഇവിടെ ആറിന്റെ ടേംസ് ഒന്നുമില്ല, ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്താലും ഇത് അതേപടി നിൽക്കും. ഇനി ഇഫ് ഈ ടേം ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ സി ആർ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെയാവും? ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -r to r എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ സമ്മേഷൻ റെസിഡ്യൂ. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് -∞ എഫ് എക്സ് ഡി എക്സ് ആണ്. ഇത് ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂവും ഇന്റഗ്രൽ -∞ to ∞ എഫ് എക്സും ഡി എക്സും സെയിം ആണ്. അപ്പോൾ ഇന്റഗ്രൽ -∞ എഫ് എക്സ് ഡി എക്സ് 2πi ഇൻറ്റു സമ്മേഷൻ റെസിഡ്യൂ എന്ന് കിട്ടും. ഇനി ഇത് ഇന്റഗ്രൽ 0 to ∞ കണ്ടാൽ മതിയെങ്കിൽ ഇത് കണ്ടിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി? 1/2 ചെയ്താൽ 1/2 ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും, ബാക്കി πi സമ്മേഷൻ റെസിഡ്യൂ എന്ന് വരും. ഇതാണ് അതിന്റെ പിന്നിലെ മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്. ഈ മെത്തേഡാണ് നമ്മൾ ത്രൂ ഔട്ട് ഇനിയുള്ള എല്ലാ പ്രോബ്ലംസിലും അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളൂ. അപ്പൊ ഇവിടെ ജസ്റ്റ് പി എക്സ്, ഒരു റാഷണൽ ഫംഗ്ഷൻ ഇൻ എക്സ് ആണ് നമുക്ക് തരാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഈവൻ ആയിരിക്കും, ചിലപ്പോൾ ഓഡ് ആയിരിക്കും. അപ്പൊ ഈവൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഓഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കാം, കണ്ടോ, ഇന്റഗ്രൽ 0 to ∞ x² by x raised to 6 + 1. അപ്പൊ ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ, നിങ്ങൾക്ക് തരുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ് പ്രത്യേകത എന്താണ്? ഇന്റഗ്രൽ -∞ to ∞ എഫ് എക്സ് ഡി എക്സും ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂവും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ. ഇൻ കേസ് ഇവിടെ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവാലുവേറ്റ് ഈ ഇന്റഗ്രൽ എന്ന് പറയൂല, ഇവാലുവേറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദിസ് ഇന്റഗ്രൽ എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് വ്യത്യാസമേ ഉള്ളൂ പ്രോബ്ലംസ് ചെയ്യുന്നത് തമ്മിൽ. ഈവൻ ഫംഗ്ഷൻ ആണ് നേരിട്ട് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ∞ ഫംഗ്ഷൻ തരും. ഓഡ് ഫംഗ്ഷൻ ആണ് ഇവാലുവേറ്റ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -∞ to ∞ എഫ് എക്സ് ഡി എക്സ് എന്നേ പറയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു, ദാറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എഴുതി -∞ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ലിമിറ്റ് ആർ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ -r to r എഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് ഇസഡ് ആയിട്ട് കൺവേർട്ട്. നമുക്ക് റെസിഡ്യൂവിന്റെ ആപ്ലിക്കേഷൻ ആണ്, എങ്ങനെ റെസിഡ്യൂ അപ്ലൈ ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. എഫ് ഓഫ് ഇസഡിനെ z² by z raised to 6 + 1 എഴുതി. ഈ ഡിനോമിനേറ്റർ ഉള്ളതിന്റെ സീറോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. z raised to 6 + 1 എപ്പോഴാണ് 0 ആവുന്നത്? z raised to 6 -1 ആവുമ്പം, അതായത് z equal to -1 raised to 1/6. ഇതിന് 6 റൂട്ട്സ് ഉണ്ടാവും. അപ്പൊ -1ന്റെ പോളാർ ഫോം എഴുതി. r എന്ന് പറയുന്നത് 1 ആണ്, -1 എവിടെയാ? പൈ, തീറ്റ പൈയിലാ വരിക. അപ്പൊ ഇതിന്റെ ജനറൽ ഫോം π + 2nπ ആണ്. അതായത് -1ന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് e raised to i
pi plus 2n pi ആണ് for n equal to 0, 1, 2, 3 etc. ഇനി -1 raised to 1 by 6 ആയതുകൊണ്ട് ഇത് e raised to I pi plus 2n pi by 6 വരും. ഇതിൽ n എവിടം വരെയുള്ള വാല്യൂസ് 0, 1, 2, 3, 5 വരെയുള്ള വാല്യൂസ് ആണ്, 6 റൂട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ 6 റൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. z0 നമ്മൾ എഴുതി, n 0 ആവുമ്പോൾ, അതുപോലെ n 1 ആവുമ്പോൾ z1 എഴുതി, z2 എഴുതി, z3, z4, z5, അങ്ങനെ 6 എണ്ണം നമ്മൾ എഴുതി. ഇനി നമ്മളുടെ ജോലി എന്താണ്? ഇതിലേതാണ് എബവ് റിയൽ ആക്സിസ് കിടക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. എബവ് റിയൽ ആക്സിസ് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റിയൽ ആക്സിസ്, ഇത് ഇമാജിനറി ആക്സിസ്. അപ്പോൾ ഇമാജിനറി പാർട്ട് നെഗറ്റീവായിട്ട് വരുന്ന ആൾക്കാരാണ് ബിലോ റിയൽ ആക്സിസ് കിടക്കുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ റൂട്ട്സിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ റേസ് ടു I pi by 6 എന്ന് പറയുന്നത് cos pi by 6 plus I sin pi by 6 ആണ്. അത് 1 plus I root 3 by 2 ആണ്. ദാറ്റ് ലൈസ് അബവ് റിയൽ ആക്സിസ്. z1 എന്ന് പറയുന്നത് ഈ റേസ് ടു I pi by 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I. അവിടെയും ഇമാജിനറി പാർട്ട് എന്താണ്? പോസിറ്റീവ് ആണ്, അതും എബവ് റിയൽ ആക്സിസ് ആണ്. ഇനി z2 എന്ന് പറയുന്നത് ഈ റേസ് ടു I 5 pi by 6 ആണ്. അത് മൈനസ് റൂട്ട് 3 പ്ലസ് I by 2 ആണ്. ദാറ്റ് ഓൾസോ ലൈസ് അബവ് റിയൽ ആക്സിസ്. ഇനി ഈ റൂട്ട്സിന് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും ഒരു റൂട്ട് വന്ന് അതിൻ്റെ കോൺജുഗേറ്റും റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള z4ഉം z5ഉം z3 ഒന്നും നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കോൺജുഗേറ്റ്സ് ആയിരിക്കും ഈ പറയുന്ന റൂട്ടുകൾ. അതായത് അടുത്ത റൂട്ട് എന്ന് പറയുന്നത് 1 മൈനസ് I റൂട്ട് 3 by 2, അടുത്തത് മൈനസ് I, അടുത്തത് മൈനസ് റൂട്ട് 3 മൈനസ് I by 2. കാരണം എപ്പോഴും കോംപ്ലക്സ് റൂട്ട്സ് എങ്ങനെയാണ്? ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ് എന്ന് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാം z4, z5, z3 ഒക്കെ. ബട്ട് അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ സമയം കളയണ്ട. എന്ത് ചെയ്താൽ മതി? 4 കോംപ്ലക്സ് റൂട്ട്സ് ഉണ്ടെങ്കിൽ 2 എണ്ണം ആയിരിക്കും എബവ് റിയൽ ആക്സിസ്, ബാക്കി 2 എണ്ണം ബിലോ ആയിരിക്കും. അപ്പം ആ 3 എണ്ണം കിട്ടി, 6 എണ്ണം ഇവിടെയുണ്ട് റൂട്ട്സ്. അപ്പം 3 എണ്ണം എബവ് റിയൽ ആക്സിസ് കിട്ടി. അപ്പം അത്ര മാത്രം നിങ്ങൾ കണ്ടുപിടിച്ച് നിർത്തുക. അപ്പോൾ z0, z1, z2 ലൈസ് അബവ് റിയൽ ആക്സിസ്. അപ്പോൾ നമ്മളെ പ്രൊസീജിയർ എപ്പോഴും എന്താണ്? പ്രോബ്ലം തരുമ്പോൾ ആദ്യം ഫംഗ്ഷൻ ഈവൻ ആണോ എന്ന് നോക്കുക. ഈവൻ ആണെങ്കിൽ നമ്മളെ -∞ to ∞ fx dx പ്രിൻസിപ്പൽ വാല്യൂം സെയിം ആണ്. ഫംഗ്ഷനെ f of z എന്ന് എഴുതുക. f of z-ന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷന്റെ സീറോസ് കണ്ടുപിടിക്കുക. ആ സീറോസിൽ ആരൊക്കെയാണ് എബവ് റിയൽ ആക്സിസ് കിടക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇനി ആ സീറോസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന പോലത്തെ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എങ്ങനെ? കൺസിഡർ ദ, എപ്പോഴും ഈ സെന്റൻസ് എഴുതിക്കോളുക ഇങ്ങനെയുള്ള പ്രോബ്ലം. കൺസിഡർ ദ ക്ലോസ്ഡ് കോണ്ടൂർ C consisting of the real axis from -r to r and the semicircular path ZR from r to -r. The R is chosen in such a way that Z0, Z1, Z2 lies inside C. ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റിനും CRനെയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഈ C എന്ന് പറയുന്നത്. അപ്പോൾ C ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണ്. അങ്ങനെയാണ് കോഷി റെസിഡ്യൂ തിയറം വെച്ച് ഇന്റഗ്രൽ ഓഫ്, അതിവിടെ എഴുതിയിട്ടില്ല കേട്ടോ, കോഷി ഇന്റഗ്രൽ ഓഫ് C fz dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു സമ്മേഷൻ ഏതൊക്കെ റെസിഡ്യൂ പോൾസ് അല്ലെ എന്താണ് സിംഗുലാരിറ്റീസ് ആണ് ഉള്ളിൽ വരുന്ന അതിൻ്റെ റെസിഡ്യൂ ആണ് ഈ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് C fz dz എന്ന് പറയുന്ന ആ പാത്തിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇന്റഗ്രൽ -r to r. ഇത് റിയൽ ആക്സിസിലാണ് -r to r fx dx പ്ലസ് ഇന്റഗ്രൽ ഓവർ CR. ഇത് കോംപ്ലക്സ് ആണ്. fz dz ഈക്വൽ ടു 2πi. ഇനി ഈ രണ്ടിടത്തും നമ്മൾ ലിമിറ്റ് കൊടുത്തു. അപ്പോൾ ഇത് ലിമിറ്റ് -r to r, ഇത് ലിമിറ്റ് r ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇന്റഗ്രൽ ഓവർ CR fz dz. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ സാധനം ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. ഇത് 0 ആണെന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ ഇന്റഗ്രൽ ഓവർ CR fz dz എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ CR z² by z raised to 6 plus 1 dz ആണ്. എഴുതിക്കോണേ, dz എഴുതിക്കോണേ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ML ഇൻഇക്വാളിറ്റിയാണ് വേണ്ടത്. ആ ML ഇൻഇക്വാളിറ്റിക്ക് ഈ ഫംഗ്ഷന്റെ മാക്സിമം നമ്മൾ നോക്കാൻ പോവാണ്. മോഡ് z raised to 6 plus 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് z raised to 6 minus 1. ഇത് ഈക്വൽ ടു r raised to 6 minus 1 ആണ് ഓൺ CR. CR എന്ന് പറയുന്ന റേഡിയസ് r ഉള്ള സർക്കിൾ ആണ്. അപ്പോൾ ഓൺ CR ഇതിന്റെ വാല്യൂ r raised to 6 minus 1. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by z raised to 6 plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by r raised to 6 minus 1. അപ്പോൾ ഇന്റഗ്രൽ ഓവർ CR fz dz ന്റെ മോഡുലസ് ബൈ ML ഇൻഇക്വാളിറ്റി, ഇത് z² r² ആവും. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by r raised to 6 minus 1. ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്ന സെമി സർക്കിൾ ആണ്. അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ r ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ്, സോറി. അപ്പോൾ അതായത് πr. അപ്പോൾ ഇവിടെ ബാക്കി എന്ത് വരും?
pi r cube by r raised to 6 minus 1 by ml inequality. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ രണ്ട് സൈഡിലും ലിമിറ്റ് r tending to infinity കൊടുക്കുകയാണ്. ലിമിറ്റ് r tending to infinity കൊടുക്കുമ്പോൾ ഇത് pi r cube by r raised to 6. അപ്പോൾ ഈ r cube ഇവിടുന്ന് വെട്ടിപ്പോകും, ഇവിടെ ഒരു r cube ആണ്. ലിമിറ്റഡ് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ ഒരു മോഡുലസിന്റെ ലിമിറ്റ് ഓഫ് മോഡുലസ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് r tending to infinity ആ മോഡുലസ് കളഞ്ഞു. ഇന്റഗ്രൽ CR FZ dz equal to 0. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് റെസിഡ്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഇക്വേഷൻ 1ൽ ഈ ഒരു ഭാഗം 0 കാണിക്കണമായിരുന്നു. അപ്പോൾ അത് 0 ആയി. ഇനി നമുക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2πi ഇൻറ്റു റെസിഡ്യൂസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 3 പോയിന്റിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കണം. Z0, Z1, Z2. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ P of Z ഇതിനെ P of Z നെ Z സ്ക്വയർ എന്ന് വിളിച്ചു. Q of Z Z raised to 6 plus 1. ഇത് മൂന്നും സിമ്പിൾ പോൾസ് ആണ്. കാരണം ഇവിടെ Q dash Z നോട്ട് ഈക്വൽ ടു 0 ആണ്. ഫോർ Z ഈക്വൽ ടു Z0, Z1, Z2. അപ്പോൾ സിമ്പിൾ പോൾസ് ആണ്. സിമ്പിൾ പോൾസ് ആയതുകൊണ്ട് റെസിഡ്യൂ എന്ത് വരും? P of Z0 ഡിവൈഡഡ് ബൈ Q dash Z0. P of Z0 എന്ന് പറയുന്നത് Z0 സ്ക്വയർ, Q dash Z0 എന്ന് പറയുന്നത് 6 Z0 raised to 5. അതായത് 1/6 Z0 ക്യൂബ്. അതായത് 1/6. അപ്പൊ ആദ്യത്തേത് e raised to I pi by 6 ആയിരുന്നു അല്ലെ. Z0 എന്ന് പറയുന്നത് e raised to I pi by 6 ആണ്. ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ അത് മേളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? e raised to minus I pi by 6 into 3 ക്യൂബ് ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ വാല്യൂ നോക്കുക. 1/6 e raised to minus I pi by 6 എന്ന് പറയുമ്പോൾ 1/6 e raised to minus I pi by 2. അതായത് cos pi by 2 minus I sin pi by 2 ആണ്. അപ്പൊ അത് minus I by 6 എന്ന് കിട്ടി. ഇനി റെസിഡ്യൂ അറ്റ് Z equal to Z1 എന്തായിരിക്കും? 1/6 Z1 ക്യൂബ് ആയിരിക്കും. ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ. 1/6 Z1 ക്യൂബ് ആണ്. Z1 നമുക്ക് കിട്ടിയിരുന്നത് e raised to I pi by 2 ആയിരുന്നു. അപ്പോൾ Z1നെ മുകളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് I pi by 2 വരും. ഇനി ഒരു ക്യൂബ് ഉള്ളതുകൊണ്ട് അത് മൈനസ് I3 pi by 2. ഇതിന്റെ വാല്യൂ I by 6 ആണ്. അതുപോലെ 1/6 Z2 ക്യൂബും കിട്ടി. അത് നമുക്ക് മൈനസ് I. അപ്പോൾ 3 സീറോസിലുമുള്ള മൂന്ന് പോൾസിലുമുള്ള റെസിഡ്യൂ കിട്ടി. ആ റെസിഡ്യൂവിന്റെ സം, അതായത് ഈ 3, 4, 5, 6 നമ്മൾ എവിടെ നമ്മുടെ ഇക്വേഷൻ 1ൽ 2, 3, 4, 5, 6 ഇക്വേഷൻ 1ൽ കൊടുത്തു. ഇക്വേഷൻ 1ൽ ആ പ്ലസ് ഇട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് കിടക്കുന്ന വാല്യൂ ലിമിറ്റ് r tending to infinity minus r to r fx dx പ്ലസ് ഇത് ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 2 ഇതാണ്. ആ ഭാഗം 0 ആയി. ഇനി 2πi ഇൻറ്റു ഈ റെസിഡ്യൂസ് സം ചെയ്തത്. റെസിഡ്യൂസ് സം ചെയ്യുമ്പോൾ π/3 കിട്ടും. ഇനി നമുക്കറിയാം ഇതാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ. പ്രിൻസിപ്പൽ വാല്യൂ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി fx dx ആണ്. ദിസ് ഈസ് ഈക്വൽ ടു π/3. നമുക്ക് കാണേണ്ടത് 0 to infinity ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0 to infinity fx dx എന്ന് പറയുന്ന 1/2 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി fx dx ആണ്. ദിസ് ഈസ് ഈക്വൽ ടു π/6. അപ്പോൾ ഇതാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ. ഇത് നമുക്ക് എക്സാമിന് SIക്കോ ഷോർട്ട് എസ്ഐക്കോ ഒക്കെ സ്ഥിരം വരാറുള്ളതാണ് കേട്ടോ ഈ ടൈപ്പ് പ്രോബ്ലം. ഇത് ഈ പ്രോബ്ലം എന്നല്ല, ഇനി നമ്മൾ പഠിക്കാൻ പോണ പ്രോബ്ലംസ് എല്ലാം വരുന്നതാണ് കേട്ടോ. ഇനി വേറെ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രൽ 0 to infinity dx by x square plus 1 whole square. അപ്പോൾ ആദ്യം എന്താ നോക്കേണ്ട? ഫംഗ്ഷൻ f of x 1/x square plus 1 whole square ആണ്. അത് എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആവുമ്പോൾ നമുക്കറിയാം മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി fx dxും പ്രിൻസിപ്പൽ വാല്യൂം സെയിം ആണ്. ഞാനത് എന്തിനെ കൺവേർട്ട് ചെയ്തു? f of z നെ 1/z square plus 1 whole square എന്ന് എഴുതി. ഇവിടെ എന്താണ് സീറോസ് എന്ന് പറയുന്നത്? പ്ലസ് ഓർ മൈനസ് i. ഇതിൽ z ഈക്വൽ ടു i മാത്രമാണ് ലൈസ് അബവ് ദ റിയൽ ആക്സിസ്. അപ്പം ഈ ഫംഗ്ഷനെ ഞാൻ 1/z plus 1 whole square into z minus 1 whole square എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോസ് ടു കോണ്ടൂർ C മൈനസ് r to r ആൻഡ് ഫ്രം r ന്ന് r മൈനസ് r സെമി സർക്കുലർ പാത്ത് എടുത്തു. ഇതിന്റെ ഉള്ളിൽ r എങ്ങനെ ചൂസ് ചെയ്യണം? ഈ I എബവ് റിയൽ ആക്സിസ് കിടക്കുന്ന ആ ഒരു സിംഗുലാരിറ്റി ഇതിന്റെ ഉള്ളിൽ വരുന്ന പോലെ വേണം നമ്മൾ r റേഡിയസ് ചൂസ് ചെയ്യാൻ. ബൈ കോഷി റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ C f z dz എന്ന് പറയുന്ന 2πi. ഇവിടെ ഒറ്റ സിംഗുലാരിറ്റി ഉള്ളൂ സിയുടെ ഉള്ളിൽ. z ഈക്വൽ ടു I f of z. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് r to r fx dx പ്ലസ് ഇന്റഗ്രൽ CR fz dz ഈക്വൽ ടു 2πi റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു I fz. ഇനി ഇതിനെ നമ്മൾ ലിമിറ്റ് r tending to infinity കൊടുത്തു. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമ്മളുടെ ജോലി എന്താണ്? ഈ സാധനം ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ML ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യാണ്.
ആണ്. അപ്പം ഇവിടെ mod z square plus 1 greater than or equal to mod z square minus 1 which is equal to r square minus 1 on CR കിട്ടി. This is less than or equal to ഇത് whole square ആണ്. അപ്പോൾ r square minus 1 whole square into pi r by ml inequality. അപ്പം ഇത് ഈ ടേം കിട്ടി. ഇനി ലിമിറ്റ് r tending to infinity modulus of integral over CR of z ഈ ടേം tends to 0 ആണ്. This tends to 0. അപ്പോൾ ലിമിറ്റ് r tending to infinity integral over CR of z dz equal to 0. അപ്പോൾ ഈ ടേം ഇത് ഈക്വൽ ടു 0 ആയി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു f of z. അത് നമ്മൾ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു f of z ഈ ഫോമിൽ എഴുതി. ഇത് phi of z by z minus i whole square ആണ്. phi of z 1 plus 1 by z plus i whole square ആണ്. phi of i എന്ന് പറയുന്നത് ഇവിടെ i ഇട്ട് കൊടുക്കും. 1 by 2i whole square not equal to 0 ആണ്. z equal to i pole of order 2 ആണ്. അപ്പോൾ ഇതിന്റെ റെസിഡ്യൂ phi dash i ആയിരിക്കും. phi dash z എന്ന് പറയുന്ന minus 2 by z plus i whole cube ആണ്. അപ്പോൾ ഇവിടെ phi dash i എന്ന് പറയുന്ന minus 2 by 2i whole cube 1 by 4i എന്ന് കിട്ടും. ഇനി ഇത് നമ്മളുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ പോർഷൻ അതേപടി ഇവിടുത്തെ ഇത് 0 ആയി 2pi ഇൻറ്റു റെസിഡ്യൂ pi by 2 കിട്ടി. ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ വാല്യൂ ഈക്വൽ ടു എന്താണ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ആണ്. 5/2 ആണ്. നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എസ് ആണ്. അതായത് 1/2 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ്. അത് 5/4 കിട്ടി. ഇനി നമ്മളുടെ ഫംഗ്ഷൻ എഫ് എക്സ് എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/x² + 1 ഹോൾ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 5/4. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫൈൻഡ് ദ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ഫൈൻഡ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു വരും. ഓഡ് ഫംഗ്ഷൻ എന്നല്ല, ഈവൻ അല്ലാത്ത ഫംഗ്ഷൻ. ഇതിപ്പോൾ ഓഡ് ഫംഗ്ഷൻ അല്ല. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -x ഈക്വൽ ടു -f(x) എന്ന് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഓഡ് ഫംഗ്ഷൻ. ഇതിനിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഈവൻ അല്ലാത്ത ഫംഗ്ഷൻ ഏത് തന്നാലും ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കും? കോഷി ഫൈൻഡ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്നായിരിക്കും കേട്ടോ. ഇനി ഈവൻ ഫംഗ്ഷന് കോഷി പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അത് ഈക്വലന്റ് ടു എന്ത് തന്നെയാണ്? -∞ എഫ് എക്സ് ഡി എക്സ് തന്നെയാണ്. അപ്പോൾ ഈവൻ അല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എപ്പോഴും ഫൈൻഡ് ദ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയും അതേ പ്രൊസീജിയർ ആണ്. എഫ് എക്സ് ആദ്യം നോട്ട് ചെയ്യാൻ ഈവൻ ഫംഗ്ഷൻ ആണ് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ -∞ അത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ -∞ എഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ എഴുതി. ഇതിനെ എഫ് ഇസഡ് എന്നുള്ള ഫോമിൽ എഴുതി. ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ സീറോസ് കണ്ടുപിടിച്ചു. അതിൽ -1 ± i ആണ്. ഇതിൽ -1 + i ആണ് ലൈസ് അബവ് ദ റിയൽ ആക്സിസ്. ഇനി നമ്മുടെ ക്ലോസ്ഡ് കോണ്ടൂർ കൺസ്ട്രക്ട് ചെയ്യും സച്ച് ദാറ്റ് -1 + i ലൈസ് ഇൻസൈഡ് സി. ഇപ്പൊ നേരത്തെ അതേ പ്രൊസീജിയറുകൾ റിപ്പീറ്റ് ചെയ്യും. കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ച് ദിസ് ഈസ് ഈക്വൽ ടു 2pi റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 + i എഫ് ഓഫ് z ആണ്. ഈ ടേം ലിമിറ്റ് r ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്തു. എന്നിട്ട് ഈ ടേം 0 ആണെന്ന് കാണിച്ചു. ഇനി റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യുക. റെസിഡ്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇതിന്റെ റെസിഡ്യൂ phi of -1 + i അതായത് 1/2i എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇക്വേഷൻ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പ്രത്യേകം എഴുതിക്കണം കേട്ടോ. പ്രിൻസിപ്പൽ വാല്യൂ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഈ ഭാഗം 0 ആയിരുന്നു 2pi × 1/2i പൈ എന്ന് കിട്ടും. Therefore പ്രിൻസിപ്പൽ വാല്യൂ കാണാനാണ് പറഞ്ഞത് is equal to pi.